ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 14-ാമത്തെ ശ്ലോകം നോക്കാം. ഗോപാ പരസ്പരം ഹൃഷ്ടാ ദധിക്ഷീരഘൃതാംബുഭിഃ ആസിഞ്ചന്തോ വിലിംബന്തോ നവനീതൈശ്ച ചിക്ഷിപുഃ. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. നമ്മളുമൊക്കെ ഇപ്പോൾ ആ ഗോകുലത്തിലെ ഉത്സവ ലഹരിയിലാണ്. അതിനോടൊപ്പം നമ്മളുമൊക്കെ ഇപ്പോൾ അങ്ങനെ ചേർന്നൊഴുകിയാണ് ആ ഒരു ലഹരിയോടൊപ്പം. ഈ ഒരു ശ്ലോകവും നമ്മളെ ആ ഒരു ഉത്സവ ലഹരിയുടെ കാഴ്ച തന്നെയാണ് കാണിച്ചു തരുന്നത്. ഇവിടെ വാദ്യഘോഷങ്ങൾ മുഴക്കിയ കാര്യം, അതേപോലെ ഗോപസ്ത്രീകൾ ചെയ്ത കാര്യം, എങ്ങനെയുള്ള തൈലം, എന്താണ് ചെയ്തത്, ആ തൈലം കൊണ്ട് ഇതൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ആ ഉണ്ണിയെ ആശീർവദിച്ചതും ഒക്കെ കാണുകയുണ്ടായി. ഇനി അടുത്തത് ഗോപന്മാരുടെ കാര്യം പറയാം. ഗോപന്മാരിനി അവിടെ വന്നിട്ട് എന്താ ചെയ്തതെന്നാണ് പറയുന്നത്. ഗോപാഹ, ഗോപ എന്ന് പറഞ്ഞാൽ ഗോപന്മാര് പരസ്പരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അന്യോന്യം, അങ്ങോട്ടും ഇങ്ങോട്ടും. ഹൃഷ്ട എന്ന് പറഞ്ഞാൽ വളരെ സന്തുഷ്ടരായിട്ട്. ദധിക്ഷീരഘൃതാംബുഭി, ദധി എന്ന് പറഞ്ഞാൽ തൈര്, ക്ഷീരം പാല്, ഘൃതം നെയ്യ്, അംബുഭി എന്ന് പറഞ്ഞാൽ വെള്ളം. അപ്പോൾ തൈര്, പാല്, നെയ്യ്, വെള്ളം ഇവയൊക്കെ കൊണ്ട് ആസിഞ്ചന്തോ, ആസിഞ്ചന്ത എന്ന് പറഞ്ഞാൽ തളിക്കുക. വിലിംബന്തോ, വിലിംബന്ത എന്നാൽ തേക്കുക. അപ്പോൾ ഈ ഗോപന്മാരൊക്കെ അവിടെ വന്നിട്ട് ഇവരൊക്കെ ഹൃഷ്ട, അത്യധികം സന്തുഷ്ടരായിട്ടാണ് ഓടി വന്നിരിക്കുന്നത്. അവർ വന്നിട്ട് തൈര്, പാല്, നെയ്യ്, വെള്ളം ഇവയൊക്കെ കൊണ്ട് ഇവയൊക്കെ എടുത്തിട്ട് പരസ്പരം ഇവരൊക്കെ തളിക്കുന്നു. അതേപോലെ തന്നെ ഇങ്ങനെ മുഖത്തൊക്കെ തേക്കുന്നു. ഇവർക്ക് എന്തൊക്കെയാണ് ഇവരുടെ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണെന്നറിയില്ല. ഇവരെന്തൊക്കെയോ അവിടെ ചെയ്യുകയാണ്. അപ്പോൾ ഇവരുടെ വീട്ടിൽ ഇവർ കൊണ്ടുവന്നിട്ടുള്ള കുറേ കാഴ്ചവസ്തുക്കളൊക്കെ ഉണ്ട്. അക്കൂട്ടത്തിൽ തൈര്, പാല് ഇതൊക്കെ ഇവരുടെ വീട്ടിലെ വിലയേറിയ, അതായത് ഇവരുടെ വീട്ടിൽ സമ്പത്തുണ്ടാകുന്നത് ഈ വക കാര്യങ്ങളിലൂടെയാണ്. അപ്പോൾ അതെല്ലാം ഇവരുടെ സമ്പത്തെന്ന് പറയുന്നത് ഇതാണ്. അതെല്ലാം എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇവരൊക്കെ പരസ്പരം തളിക്കുന്നു, മുഖത്തൊക്കെ തേക്കുന്നു എന്ന് വേണ്ട, ഇവരൊക്കെ അങ്ങനെ ആഘോഷിച്ച് അങ്ങനെ മതിമറന്ന് ആഘോഷിക്കുകയാണ്. പിന്നെയോ നവനീതൈശ്ച ചിക്ഷിപു, നവനീതൈശ്ച, നവനീതം എന്ന് പറഞ്ഞാൽ പുതു വെണ്ണ, ഇപ്പോൾ അങ്ങോട്ട് കടഞ്ഞെടുക്കുന്ന വെണ്ണയാണ് നവനീതം. അപ്പോൾ നവനീതൈശ്ച, ഈ പുതുവെണ്ണയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇവരിതെല്ലാം എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അതൊക്കെ ഇങ്ങനെ മുഖത്ത് തേക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തളിക്കുന്നു, കുടയുന്നു. അങ്ങനെ പിന്നെയോ ചിക്ഷിപു എന്ന് പറഞ്ഞാൽ ഈ ഇതൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ മേൽപോട്ടെറിയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിയും തള്ളിയും കളിക്കുക. ഇങ്ങനെ പലതരത്തിലുള്ള ലീലകളാണ്, കേളികളാണ് ഇവരൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗോപന്മാരവിടെ വന്നിട്ട്. ഇവർക്ക് ഈ ഒരു ഉത്സവ ലഹരിയിൽ ഇവർ എങ്ങനെയൊക്കെ ആ ഒരു ഉണ്ണിയോടുള്ള ഇഷ്ടം, ആ സ്നേഹാധിക്യം, അവരുടെ ആ ഒരു ആനന്ദത്തിൻ്റെ തിരത്തള്ളൽ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് ഇവർക്കറിയില്ല. അപ്പോൾ ഇവർ കൊണ്ടുവന്ന ഈ ഒരു ഇവരുടെ സമ്പത്ത് തന്നെ പരസ്പരം തളിക്കുകയും തേക്കുകയും ഒക്കെ ചെയ്ത് ഇവരുടെ ആ ഉള്ളിലെ സന്തോഷം ഇവരങ്ങനെ പ്രകടിപ്പിക്കുക. ഇടയ്ക്ക് വെണ്ണയൊക്കെ ഇങ്ങനെ മുകളിലേക്കൊക്കെ എറിയുന്നുണ്ട്. ഈ ഗോപക്കുട്ടികളൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിത്തള്ളി കളിക്കുന്ന ഇവരുടെ ഇടയ്ക്ക് കൂടി ഓടി നടക്കുകയാണ്. അവർക്കും ഈ കുട്ടികൾക്കും അറിയില്ല എന്താണ് അവരുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം, എന്താണ് ഇവരുടെ ഉള്ളിൽ ഇത്രയേറെ ആനന്ദമെന്ന് ആ കുട്ടികൾക്കും അറിയില്ല, ഗോപന്മാർക്കും അറിയില്ല. ഇവരാകെ അങ്ങനെ ആ ഗോകുലത്തെ ശരിക്കും ഒരു ഉത്സവ പറമ്പാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു ഗ്രാമം മുഴുവൻ
ഉത്സവ ലഹരിയിലാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഗോപാഃ പരസ്പരം ഹൃഷ്ടാ ദധി ക്ഷീരഘൃതാംബുഭിഃ ആസിഞ്ചന്തോ വിലിംബന്തോ നവനീതൈശ്ച ചിക്ഷിപുഃ. ഇതിൽ ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ ആദ്യത്തെ പാദത്തിൽ ഗോപാഹ് അവിടെ ഒരു വിസർഗമുണ്ട്. അതുപോലെ അതിൻ്റെ അവസാനം ദധി ക്ഷീരഘൃതാംബുഭി അവിടെയും വിസർഗമുണ്ട്. രണ്ടാമത്തെ പാദത്തിൽ ചിക്ഷിപോ അവിടെയും വിസർഗമുണ്ട്. ഈ മൂന്നിടത്തും പകുതി ഹകാരം കൊടുത്ത് വായിക്കുക. അടുത്തത് ദധി ക്ഷീരഘൃതാംബുഭി അംബുഭി അവിടെ ആ ഒരു അകാരം ഒന്ന് എടുത്ത് പറയുക. ഇത് ഇത്രയും കാര്യങ്ങളെ ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഹരേ കൃഷ്ണ.